ശിവഗിരിയിലെ പോലീസ് നടപടിയിൽ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ വാദം ശരിവെച്ച് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. ശിവഗിരിയിൽ പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ല എന്നും ലാത്തിചാർജിന് കാരണം അക്രമാസക്തമായ ജനക്കൂട്ടമാണെന്നും കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പിണറായി സർക്കാരിനോട് പുറത്തുവിടാൻ എ കെ ആന്റണി ആവശ്യപ്പെട്ട റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിൽ നേരത്തെ മുതൽ ലഭ്യമാണ്. 407 പേജുകളുള്ള ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ട് അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ വാദങ്ങൾ ശരിവെക്കുന്നതാണ്. വർക്കല ശിവഗിരി മഠത്തിലെ പോലീസ് നടപടി അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ പോലീസിന് നൽകിയത് ഗുഡ് സർട്ടിഫിക്കറ്റും പുകഴ്ത്തലും. ശിവഗിരിയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അതിക്രമം ഉണ്ടായിട്ടില്ലെന്നും സംയമനത്തോടെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്നുമാണ് കമ്മീഷന്റെ കണ്ടെത്തൽ. ജനങ്ങൾ അക്രമാസക്തരായപ്പോഴാണ് പോലീസിന് നടപടിയെടുക്കേണ്ടി വന്നത്. പോലീസിന് നേതൃത്വം നൽകിയ അന്നത്തെ തിരുവനന്തപുരം റൂറൽ എസ് പി ശങ്കർ റെഡ്ഡിയുടേത് മികച്ച മനസാന്നിധ്യമെന്ന പുകഴ്ത്തലും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ പ്രശ്നത്തിന് മധ്യസ്ഥത വഹിച്ച മന്ത്രിസഭാ ഉപസമിതി ഒരു പരാജയമായിരുന്നെന്ന വിമർശനവും റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നു. അനിവാര്യമായ പോലീസ് നടപടിയാണ് അന്നുണ്ടായതെന്ന് ഇന്നത്തെ ശിവഗിരി മഠാധിപതിയും പ്രതികരിച്ചു. SNDP യോഗത്തിന്റെ പ്രവർത്തകർ മാത്രമല്ല, ശിവഗിരിയിൽ ഒരിക്കൽ പോലും വരാത്ത ആളുകൾ, അതിനു മുൻപോ അതിനുശേഷമോ അവർ വന്നിട്ടില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ശിവഗിരിയിൽ ഭരണക്കൈമാറ്റം നടത്താതിരിക്കാൻ വേണ്ടി തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അപ്പോൾ പോലീസിന്റെ അനിവാര്യത സൃഷ്ടമായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സംഭവം വീണ്ടും ചർച്ചയായെങ്കിലും റണ്ണിംഗ് കമന്ററിക്ക് ഇല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു ആന്റണി. റണ്ണിംഗ് കമന്ററി എന്റെ ശൈലിയല്ല. അങ്ങനെ ഒന്നിനു പറയും ഒന്നായിട്ട് പ്രതികരണം കൊടുക്കുന്ന ഏർപ്പാടിലേക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പറഞ്ഞു ഇറ്റ്സ് എ ക്ലോസ് ചാപ്റ്റർ. പിണറായി സർക്കാരിനോട് പുറത്തുവിടാൻ ആന്റണി ആവശ്യപ്പെട്ട ഈ റിപ്പോർട്ട് 1998 നായനാർ സർക്കാർ നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ട് സഭാ വെബ്സൈറ്റിലും റിപ്പോർട്ട് ലഭ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.